സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ മാസം ആ, പി ഭാസ്കരൻ എന്ന് പറയുന്ന മാസ്റ്ററെ നമ്മൾ ഓർക്കുകയാണ്. ആ, പാട്ടുകളുടെ ഒരു വലിയ കൂട്ട് തന്നെയുണ്ട്. ആ, പി ഭാസ്കരൻ മാസ്റ്ററിലൂടെ നമ്മൾ പോകുമ്പോൾ മലയാളത്തിലൊരു പ്രശസ്ത കവിയും ഗാനരചയിതാവുമാണ് അദ്ദേഹം. ആ, 1924 ഏപ്രിൽ 21-നാണ് ജനിച്ചത്. ഫെബ്രുവരി മാസം 2007 നമ്മളോട് വിട വരുന്നത്. ഫെബ്രുവരി മാസം 25-ാം തീയതിയാണ്. ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, ആ, അതുപോലെ തന്നെ ആകാശവാണി പ്രൊഡ്യൂസർ, സ്വാതന്ത്ര്യ സമര സേനാനി, ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നൊക്കെ നിലകളിൽ അദ്ദേഹം വളരെ ആ, സുത്യർഹമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ തൃശ്ശൂർ ജില്ലയിൽപ്പെട്ട കൊടുങ്ങല്ലൂരിൽ കവിയും അഭിഭാഷകനുമായിരുന്നുള്ള നന്ദിലത്ത് പത്മനാഭൻ നായരുടെയും പത്മനാഭൻ മേനോന്റെയും പുല്ലൂറ്റുപാടത്തെ അമ്മാളും അമ്മയുടെയും 9 മക്കളിൽ 6-ാമത്തെ മകനായിട്ടാണ് അദ്ദേഹം ഭൂമിയിലേക്ക് വന്നത്. മലയാള ശാഖയിൽ ഗണ്യമായ സംഭാവനകൾ. അദ്ദേഹത്തെ ആ, പല രീതിയിൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ സ്ഥാപക ചെയർമാൻ, അതുപോലെ തന്നെ KSFDCയുടെ ചെയർമാൻ, ദേശാഭിമാനി ദിനപത്രത്തിലെ പത്രാധിപർ, ഇങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം തിളങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തനം വിദ്യാഭ്യാസ കാലത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് അത് ചെയ്തിരുന്നു. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് ജയിൽവാസം വരികയുണ്ടായി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ സഹയാത്രികനായി അദ്ദേഹം വളരെ കാലം ഒളിവിലും തടവിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. കലാജീവിതം എന്ന് പറയുമ്പോൾ 20-ാമത്തെ വയസ്സിൽ ആദ്യ കവിതാ സമാഹാരം അദ്ദേഹം പുറത്തിറക്കി. തുഞ്ചത്തെഴുത്ത്, മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തിനാണെങ്കിൽ മലയാള ഗാനങ്ങളുടെ പിതാവ് പി ഭാസ്കരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പറഞ്ഞത് യൂസഫ് അലി കച്ചേരിയാണ്. 1949 പുറത്തിറങ്ങിയ അപൂർവ സഹോദരങ്ങൾ എന്ന തമിഴ് ചിത്രത്തിലെ ബഹുഭാഷാ ഗാനത്തിലെ ഏതാനും മലയാളം വരികൾ അദ്ദേഹം എഴുതി ആദ്യം ചലച്ചിത്രഗാന ശാഖയിലേക്ക് സംഭാവന ചെയ്തു. മലയാളത്തിൽ ചന്ദ്രിക എന്ന ചിത്രമാണ് ആദ്യമായി പാട്ട് എഴുതിയത്. നീലക്കുയിൽ എന്ന ചിത്രത്തിൽ ഗാനങ്ങളോടെ പി ഭാസ്കരൻ മലയാള ചലച്ചിത്ര മേഖലയുടെ അവിഭാജ്യ ഘടകമായി മാറി. രാഷ്ട്രപതിയുടെ രജതകമലം നേടി ഈ ചിത്രം. രാമുകാരിയായിട്ടും പി ഭാസ്കരനും ചേർന്നാണ് അത് സംവിധാനം ചെയ്തത്. ഇരുട്ടിന്റെ ആത്മാവ്, ജഗദ്ഗുരു, ആദിശങ്കരാചാര്യർ, കള്ളിച്ചെല്ലമ്മ തുടങ്ങി 47 ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. 7 ചിത്രങ്ങൾ നിർമ്മിച്ചു. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ. നമുക്കറിയാം, MS ബാബുരാജ്, രാഘവൻ എന്നിവരാണ് ഭാസ്കരൻ മാഷിന്റെ ഗാനങ്ങളിൽ ഭൂരിപക്ഷവും ഈണം പകർന്നത്. ദക്ഷിണാമൂർത്തി, ദേവരാജൻ, MK അർജുനൻ മാഷൻ തുടങ്ങിയവരും അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്ക് ഈണം പകർന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുള്ള വ്യക്തിയാണ്. ഓർക്കുക വല്ലപ്പോഴും, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, വയലാർ ഗർജിക്കുന്നു, ഒസ്യത്ത്, പാടുന്ന മൺതരികൾ തുടങ്ങിയ പ്രധാന കൃതികൾ. ഒറ്റക്കമ്പിയുള്ള തമ്പുരു എന്ന കൃതിക്ക് 1981 ഓടക്കുഴൽ പുരസ്കാരവും 82 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പും ഉണ്ട്. 2000 വള്ളത്തോൾ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ 2007 ഫെബ്രുവരി മാസം 25-നാണ് അദ്ദേഹം നമ്മളെ വിട്ടു പറഞ്ഞത്. അപ്പോൾ അത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ചലച്ചിത്ര തലത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇങ്ങനെയാണ്: നീലക്കുയിൽ, രാരിച്ചിരുന്ന പൗരൻ, നായര് പിടിച്ച പുലിവാല്, ഭാഗ്യജാതകം, ലൈല മജ്നു, അമ്മയെ കാണാൻ, ആദ്യകിരണങ്ങൾ എന്നിങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. 1983 എനിക്ക് വിശക്കുന്നു എന്ന ഒരു സിനിമയാണ് അദ്ദേഹം അവസാനം ഗാനമെഴുതാൻ വേണ്ടി എടുത്തത്. അപ്പം ഇങ്ങനെ പല നിലകളിൽ വളരെ പ്രസിദ്ധനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഇപ്പൊ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് 1-2 പാട്ടുകൾ പാടാം. ആർക്കാണ് അദ്ദേഹത്തെ ഒന്ന് ഓർക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ? തീർച്ചയായിട്ടും മനോജ് സാറിന് പറ്റുമായിരിക്കും. സോറി. സൗ സാറെ, പ്രത്യേകിച്ചും പി ഭാസ്കരൻ മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ
ആ, പഴയകാല നമ്മുടെ പ്രതാപമുള്ള മലയാള സിനിമയുടെ അക്കാലത്തെ സുവർണ ഒരു കാലഘട്ടത്തിലേക്കാണ് അപ്പോൾ പി ഭാസ്കരൻ മാഷിനെ ഓർക്കുമ്പോൾ നമ്മൾ പോകുന്നത്. കാര്യം അത്രമാത്രം മനോഹരങ്ങളായ പാട്ടുകളായിരുന്നു പി ഭാസ്കരൻ മാഷിന്റെ തൂലികേൽക്കുകയുടെ വരികയും അതിന് സാറ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും മനോഹരമായ സംഗീതം ചെയ്തതും ആ, ബാബുരാജായിരുന്നു, MS ബാബുരാജിൻ്റെ. അതോടൊപ്പം തന്നെ ആ, സാർ ഇപ്പോൾ രാഘവ മാഷും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്ക് വേണ്ട രീതിയിൽ എൻ്റെ ആത്മാവ് അറിഞ്ഞ് കൊടുത്ത സംഗീതം ഇവർ രണ്ടുപേരുമായിരുന്നു. പ്രത്യേകിച്ച് ഒരുപാട് പാട്ടുകൾ ബാബുക്കയുടെ MS ബാബുരാജിൻ്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക പാട്ടുകളും എഴുതിയത് ഭാസ്കർ മാഷ് തന്നെയാണ്. കരയുന്നോ പുഴ, ചിരിക്കുന്നോ തുടങ്ങി അങ്ങനെയുള്ള എത്രയോ ഓർക്കാൻ പറ്റിയ പാട്ടുകൾ. അതുകൊണ്ട് പി ഭാസ്കരൻ മാഷിനെ ഓർക്കുമ്പോൾ നമ്മൾ മലയാള സിനിമയിലെ ആ പാട്ടുകളെയും ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ആണ് ഓർക്കുന്നത്. അദ്ദേഹം അതുപോലെ തന്നെ എഴുതിയ സ്ക്രിപ്റ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ വളരെ പ്രസിദ്ധമായ പല സിനിമയ്ക്ക് വേണ്ട എല്ലാ ഘടകങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള ഒരാൾ തന്നെയായിരുന്നു ഭാസ്കരൻ മാഷ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഭാസ്കരൻ മാഷിനെ ഓർക്കുമ്പോൾ അതിൻ്റെ വിഷ്വല് ഓർക്കുക, അന്നത്തെ പാട്ടുകളൊക്കെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നല്ലോ. അപ്പം എല്ലാ ഭാവങ്ങളും അദ്ദേഹത്തിൻ്റെ വരികളിൽ കൂടെ നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റും. കൂട്ടത്തിൽ ഈ ബാബുരാജിനെ പോലുള്ള ആൾക്കാരുടെ സംഗീതം കൂടെ ഒക്കെ ആവുമ്പോൾ ശരിക്കും നമ്മൾ പാട്ടെന്നുള്ളതൊരു അനുഭവം തന്നെയാക്കി മാറ്റാൻ കഴിവുള്ള ഏറ്റവും നല്ലൊരു എന്താണ് സിനിമയിൽ പ്രവർത്തിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ അദ്ദേഹം തന്നെയായിരുന്നു ഒരു കാലത്ത് എല്ലാത്തിലും. വി ഭാസ്കരൻ മാഷിനെ ഈ തുല്യനായിട്ടുള്ള ഒരാൾ വി ഭാസ്കരൻ മാഷ് തന്നെയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വി ഭാസ്കരനെ ഓർക്കാൻ ഇന്ന് നമുക്ക് കിട്ടിയ ഈ അവസരത്തിന് നമുക്ക് അദ്ദേഹത്തിൽ ഓർക്കാൻ വേണ്ടി ഏറ്റവും നല്ല സാർ ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. കുറേ പാട്ടുകളൊക്കെ നമുക്ക് ഓർത്ത് ഈ ഈ സന്ധ്യ നമുക്ക് കൂടുതൽ മനോഹരമാക്കാൻ സാർ. താങ്ക് യു. ശരിക്കും ഈ മാസം മുഴുവൻ കൊണ്ടുപോകാനുള്ള പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ അവനാഴിയിലുണ്ട് അല്ലേ? അപ്പം നമുക്ക് എല്ലാം അറിയാവുന്ന പാട്ടുകളാണ് താൻ. ശീലമാം പറയും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളായി എല്ലാരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പൊ ഞാനിന്ന് ഓടി വരികയായിരുന്നു ഇതിലൊന്ന് കേറാനായിട്ട്. നമ്മുടെ വേണുഗോപാൽ സാറ്, അനിൽകുമാർ സാറ്, മനോജ് സാർ, പിന്നെ അങ്ങനെ എല്ലാവരെയും, പിന്നെ രമാവതി മാം, അങ്ങനെ എല്ലാവരെയൊക്കെ വന്ന് കാണാൻ കൂടെയാണ് ഞാൻ ഓടി വന്നത്. ഇനിയും പ്രതീക്ഷിക്കുന്ന കുറച്ചു പേരുണ്ട്, എത്താനുണ്ട്. പിന്നെ പി ഭാസ്കരൻ മാഷിൻ്റെതായതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഒരു ഏട്ടനല്ലേ. നമ്മൾ മനസ്സിലോർത്ത കാര്യങ്ങൾ നമുക്ക് പാട്ടിന്റെ രൂപത്തിൽ എഴുതി തന്ന ഒരു സഹോദര തുല്യനാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏത് രീതിയിലും നമുക്ക് ഭാസ്കരൻ മാഷിനെ കാണാൻ പറ്റും. ഒരു പിതൃസ്ഥാനത്ത് നിന്നും ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്നും ഒക്കെ നമുക്ക് എപ്പോഴും കാണുമ്പോൾ എന്തോ നമ്മുടെ അടുത്ത ആരോ ആണ് എന്നുള്ള ആ ഒരു വിചാരമാണ് എനിക്ക് എപ്പോഴും മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ കിട്ടാറുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പാട്ട് മതിയല്ലോ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ആ ഒരൊറ്റ പാട്ട് തന്നെ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുന്നതിനും കേരളത്തെ അത്രയധികം സ്നേഹിക്കുകയും മലയാളത്തെ എന്താ ഹൃദയത്തിലേറ്റുകയും ചെയ്ത നമ്മുടെ ഒരു പിന്നെ മലയാളം പാട്ടിന്റെ ഒരു നട്ടെല്ലെന്നോ കരളെന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രൂപമാണ് നമ്മുടെ ഭാസ്കരൻ മാഷിൻ്റെത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കിടാൻ നമുക്ക് അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. നമ്മളൊക്കെ വളരെ നിസ്സാരരാണ് പുള്ളിയുടെ മുമ്പിൽ നോക്കുമ്പോൾ. എങ്കിലും നമുക്ക് ഒരു അവസരം കിട്ടി തന്ന സാബു സാറിന് ഏറെയേറെ നന്ദി. നമുക്ക് എന്തായാലും നമുക്ക് പാട്ടുകൾ കേൾക്കാം. രമാവതി മാമും വേണുഗോപാൽ സാറും അനിൽകുമാർ സാറും ഒക്കെ പാടാൻ നല്ല തയ്യാറായി നിൽക്കുകയാണ്. പിന്നെ മനോജ് സാറിന്റെ അകമ്പടി കൂടെ ഉണ്ടെങ്കിൽ നമ്മളിന്ന് തകർക്കും. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ അനിൽകുമാർ സാർ പറയും. സാറേ, ഞാൻ അദ്ദേഹത്തെ പറ്റി സാബു സാറും പറഞ്ഞു, മനോജ് സാറും പറഞ്ഞു, അതിലേക്ക് വരുന്നില്ല. ചെറുപ്പത്തിൽ ഞാനങ്ങനെ പ്രൈമറി സ്കൂൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കുന്ന പാട്ട് ഒരു രസകരമായ കേളടി, അതിനകത്തുള്ള ആ പാട്ടാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് എല്ലാവരും ചൊല്ലണ ആ ആ അതെ. പാട്ടുകളൊക്കെ. പിന്നെ വേറെ ഒന്നുണ്ട്, കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കുത്തിപ്പോയി. അതൊക്കെ കൊത്തിപ്പോയി. 2-ലും 3-ലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പാടി കേട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മറക്കാൻ ഒക്കൂ.
അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ടാണ് അഞ്ജന കണ്ണെഴുതി ഓ ഉണ്ണിയാർച്ചയിലേക്ക് ആ പാട്ടാണെന്ന് തോന്നുന്നത്. ശരിയാ ആ ശരിയാ. പാട്ടും ഏ ആ തളിരിട്ട കിനാക്കൾ, ഓ ഈ പാട്ടൊക്കെ എന്ത് നമുക്ക് മറക്കാനൊക്കോ? പറ്റില്ല സാറേ. അനുരാഗ നാടക ഗാനത്തിൽ എന്നൊക്കെ പറഞ്ഞ പാട്ടുകള്, അതും ഭാസ്കരന്റെ ആണ്. അതുപോലെ താമസം എന്തി, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു പാട്ടാണ് താമസം എന്തി വരുവാൻ എന്നുള്ള ആ പാട്ടൊക്കെ നമുക്ക് മറക്കാനൊക്കോ? പിന്നെ നമ്മൾ വേറൊരു കരയുന്നു പുഴ, ഇതും നമുക്ക് മറക്കാൻ ഒക്കില്ല. അല്ലിയാമ്പൽ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പാടി നടന്നിട്ടുള്ള പാട്ടുകളായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സിനിമാ ഗാനങ്ങൾ എഴുതുന്നില്ല വയലാറും പി ഭാസ്കരനുമാണ്, ഭാസ്കരൻ മാസ്റ്ററുമാണ്. പിന്നെ നമ്മൾ ആദ്യകാലത്ത് സാബു സാറുടെ പറയുകയുണ്ടായി, ഏതാ അവാർഡ് കിട്ടിയൊരു പാട്ടുണ്ടല്ലോ, അല്ല പാട്ട് ഞാൻ ഇപ്പം എൻ്റെ ഓർമ്മ വരുന്നില്ല. ഇപ്പം സാറോടെ സൂചിപ്പിച്ചു, ഏതോ ഒരു സത്യനാഥ് അഭിനയിച്ച ഒരു അതുകൊണ്ട് കെ രാഘവൻ മാസ്റ്ററാണ് ആ പാട്ട് ട്യൂൺ ചെയ്തത്. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി പാട്ടുകൾ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇപ്പം അതുകൊണ്ടൊരു പാട്ട് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ തീരെയല്ല, പെട്ടെന്ന് നമ്മൾ എന്തിലേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. ഒരു പുഷ്പം മാത്രം സാറിനോട് സൂചിപ്പിച്ചിട്ടുണ്ട്, ആ പാട്ടൊക്കെ മറക്കാൻ നോക്കൂ. അങ്ങനെ ഭാസ്കരൻ മാസ്റ്റർ ഒത്തിരി എഴുതി. കാട്ടുചെമ്പകം പിന്നെ ഈ പൂക്കളിയും കുയിലിനെ തേടി ആരാ സാറേ എഴുതിയ? കുയിലിനെ തേടി അത് രാഘവമാഷാണ് സംഗീതം കൊടുത്തത് അല്ലേ? ആണോ? ആണെന്ന് തോന്നുന്നു. ആ അതെ അതെ. പാട്ട് എഴുതി അപ്പൊ അതാണോ? നമുക്ക് ഇങ്ങനെ തുടങ്ങാം അല്ലേ? ഈ പാട്ടിൽ തന്നെ അങ്ങ് തുടങ്ങാം. അപ്പൊ അനിൽകുമാർ സാർ ഈ പാട്ടങ്ങ് തുടങ്ങും. തളിരിട്ട കിനാക്കൾ, ട്യൂണം നല്ല ലേഡീസ് പാടുന്നതല്ലേ, ജാനകിയമ്മ പാടിയതല്ലേ. അതൊന്നും ഞാനത് പാടാൻ ശ്രമിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ജാനകിയമ്മ പാടിയതെങ്കിൽ നോക്കാൻ. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കഴിഞ്ഞല്ലോ പൂക്കാരി മലരിനി ആർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിന്നി ആർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ഓക്കെ സാർ. ശിലമ. ആ പാടാം സാറേ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാർക്കു വേണ്ടി. മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. പാവന യമുനതൻ തീരത്തു നീ തീർത്ത കോവിലിൻ നട തുറന്നതാർക്കു
സങ്കൽപ്പ മണി വീണ സംഗീതം നീന്ന് സാധകം ചെയ്തിടുന്നതാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സർ. ഇനി ആരാ ഉള്ളേ? വേണുഗോപാൽ സാർ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കായി മലർ നീയാർക്കു വേണ്ടി മധുര പ്രതീക്ഷത്തൻ മണിദീപം കൊളുത്തിയ മാനസ പൂജ ഇനിയാർക്കു വേണ്ടി കളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു. ഞാൻ പാട്ടെ സർ. ഓക്കെ ഓക്കെ യെസ് ഷുവർ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനി ആർക്കു വേണ്ടി മധുര പ്രതീക്ഷ തൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനി ആർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ വിരുന്നുകാരൻ. താങ്ക് യു സർ. ഇനി ആരാ ഉള്ളേ? ഞാൻ പാടാം സാറേ. yes. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. പൂമുല്ലി പൂമുല്ലി കൈവിരൽ കുഴഞ്ഞല്ല പൂക്കാരി മലരിനി ആർക്കു വേണ്ടി മധുര പ്രതീക്ഷതൻ മണിദീപം കൊളുത്തിയ മാനസ പൂജയിനി ആർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ
വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. താങ്ക് യു സർ. സാറേ ബീന മാം, അല്ലെങ്കിൽ ലിസ മാം, ഭുവനം, ആർക്കെങ്കിലും പാടാൻ പാടാം കേട്ടോ. ഷേർലി മാം ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് പി ജയചന്ദ്രന്റെ പാടിയൊരു പാട്ടാണ് മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി. ഇതും പി ഭാസ്കരന്റെ ലിറിക്സ് ആണ്, ഞാൻ തന്നെ പാടാം വരികളാണ്. സാറേ. ഞാൻ ഈ ആ പാട്ടിൻ്റെ കൂടെ ഓക്കെ. ഇതാണോ ജയേട്ടൻ്റെ അടുത്ത? കൂടെ ഒക്കെ ഇതാണോ മറ്റാണോ? മഞ്ഞളിൽ മുങ്ങിത്തോർത്തി പാടാം. മറ്റ് ഓക്കെ ഫീമെയിൽ പാട്ട് അത് അസാധ്യ പാട്ടാണ്. അത് അതിൻ്റെ ടോപ്പ് റേഞ്ചിലൊക്കെ പാടണമെങ്കിൽ ഷീല മാമിനെ പോലുള്ളവർക്കൊക്കെ പറ്റുള്ളൂ. അത്ര അതിമനോഹരമായ പാട്ടാണ് മഞ്ഞളിൽ മുങ്ങിത്തോർത്തി എന്ന് പറഞ്ഞാൽ. ജയേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഈ പരിപാടി ഞാൻ സ്റ്റേജിലൊക്കെ ഒരുപാട് പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു പാട്ട് കൂടെ. അതുകൊണ്ട് എൻ്റെയും ഫേവറേറ്റ് ഒരു സോങ് തന്നെയാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നീ മാത്രം വന്നില്ലല്ലോ, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. എപ്പോഴും ഭാസ്കരൻ മാഷിൻ്റെ പാട്ടുകളിലെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിയാൽ സാബു സാറേ, എപ്പോഴും കാത്തിരിപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ നമ്മളിപ്പോൾ പാടിയ പാട്ടിലും ഒരു കാത്തിരിപ്പിൻ്റെ വരികളായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്തും ഉണ്ട്, കണ്ടവരുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന, എൻ്റെ സഖി വന്നില്ല എന്നൊക്കെ പറയുന്നപ്പോൾ ആ ഒരു പ്രത്യേകിച്ചും പ്രണയത്തിൻ്റെ ഒരു വലിയ ഒരു വിരഹം അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടിൽ അതേപോലെ എഴുതിയിട്ടുള്ളവരെ ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. ഒരു ഉദാഹരണം തന്നെയാണ് ഈ പാട്ട്. അത്രമാത്രം എന്താണ് ഈ വിരഹത്തിനെ കുറിച്ചും പ്രേമത്തിനെ കുറിച്ചും ഒക്കെ എഴുതാൻ ഭാസ്കരൻ മാഷിനെ പോലെ വേറെ ആരും ഉണ്ടായിരുന്നില്ല സാർ. അതാണ് എൻ്റെ പരമസത്യം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ആൾക്ക് പാടാം സാർ. താങ്ക് യു. കർണികാരം പൂത്തു തളുത്തു, കൽപ്പനതൻ താളമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഓക്കെ, അടുത്ത ആരാണ്? എന്നാ ഞാൻ സാർ നോക്കാം. റെഡിയാണോ? നോക്കാം.
മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കണ്ണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താളമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞിലയിൽ മുങ്ങി മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. അടുത്ത ആളെന്ന് നോക്കുക സാർ. ഒരു പാട്ട് സാർ. സാബു സാറേ, ആ ചരണത്തിന്റെ വരികളോടെ ഒന്നുകൂടെ കഥ മുഴുവൻ തീരും മുന്നേ അതിന്റെ താഴോട്ടുള്ള വരികളോടൊന്ന് മേലോട്ട് ഇടാമോ സാറേ? അത് തന്നെ. കാണാം. കഥ മുഴുവൻ തീരും മുന്നേ യവനിക വീഴും മുമ്പ്. അത് പാടാം. ഞാനത് കണ്ടില്ല, അത് കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ കാണാം സാർ. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ, മഞ്ഞലയിൽ മുങ്ങി തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നീ മാത്രം കണ്ടില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഓക്കെ സാർ. സാറേ പാടട്ടെ സാറേ. പഠിക്കും. മഞ്ഞലയിൽ മുങ്ങിത്തോത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കണ്ണികാരം പൂത്തു തളിർത്ത്, കൽപ്പനകൾ താലമെടുത്ത്, കണ്ണികാരം പൂത്തു തളിർത്ത്, കൽപ്പനകൾ താലമെടുത്ത്, കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തേർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു സർ. ഞാനത് പാടാം. പറയും. മഞ്ഞലയിൽ മുങ്ങിത്തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു,
കൽപ്പനകൾ താലമെടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ, എന്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു. ഓക്കെ, ഇനി വേറെ ആരാ? ബിനാമം. യെസ്, ഉഷാമാൻ. കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്ത് കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഓക്കെ, ഇനി ആർക്കെങ്കിലും? യെസ്. ഞാൻ പാടുകയാണേ. ആ, ഓ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കഥ മുഴുവൻ തീരും മുമ്പേ യവനിക വീഴും മുമ്പേ, കവിളത്തു കണ്ണീരോടെ കഥനത്തിൻ കണ്ണീരോടെ കടന്നുവല്ലോ അവൾ നടന്നുവല്ലോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു,
നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. വേദന തന്നോടക്കുഴലായി പാടിപ്പാടി ഞാൻ നടന്നു, മൂടുപടം മാറ്റി വരും രാജകുമാരി കുമാരി കുമാരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു സർ. ഓക്കെ, ബീനമ്മ, മനോജ് സാർ തന്നെ പറയുന്നു. ഇപ്പൊ ഈ നമ്മുടെ ഷീലാമ്മ പാടിയ ഈ പാടിന്റെ അവസാനത്തെ വരികളെ സാറേ ശരിക്കും പറഞ്ഞാൽ സാധാരണ റെക്കോർഡില്ല, അത് ഫിലിമിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലേ ഷീലാമ്മ? കറക്റ്റ് അല്ലേ ഞാൻ അതെ പറഞ്ഞത്? അതെ അതെ നമ്മൾ അതെ. നമ്മൾ അതെ കേൾക്കുന്ന സർ. സാധാരണ അതെ. അപ്പൊ അതിനകത്ത് ഒരു പല്ലവിയും അനുപല്ലവിയും പല്ലവിയും അനുപല്ലവിയും ചരണവും മാത്രമേ സാധാരണ നമ്മൾ കേൾക്കുള്ളൂ. ബാക്കി ഇപ്പോൾ ഷീലാമ്മ പാടിയത് ഓർത്ത് പാടിയത് താങ്ക് യു. കാര്യം അതിൻ്റെ ആ സിനിമയ്ക്ക് വേണ്ടി കളിത്തോഴൻ എന്ന് പറഞ്ഞ സിനിമയും പരമായിട്ട് തന്നെയുള്ള ഒരു നല്ല സിനിമയായിരുന്നു സാറേ. 44 സിനിമകളിലധികം പി ഭാസ്കരൻ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പറയുന്നതോടൊപ്പം തന്നെ 44 സിനിമകൾ ഒരുപാട് സാർ ഇപ്പം നേരത്തെ പറഞ്ഞിട്ട് സൂചിപ്പിച്ചിരുന്നു, സിനിമകൾ 9 പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തു. ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലെ എനിക്ക് ഓർമ്മ വരുന്ന സിനിമകൾ, പുള്ളി ഡയറക്റ്റ് ചെയ്ത സിനിമകളിലൊന്നാണ് നീലക്കുയിൽ പുള്ളി ഡയറക്റ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് സാറേ. പ്രേം നസീറിൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസാണ് ഇരുട്ടിൻ്റെ ആത്മാവ്. അതൊക്കെ അക്കാലത്തെ സിനിമകളിൽ ഏറ്റവും എന്താണ് പോപ്പുലറായി വളരെയധികം ഓടിയ സിനിമകളൊക്കെ. അതിന് രാരിച്ചൻ എന്ന പൗരനുണ്ട്, ലൈല മജ്നു എന്ന് തുടങ്ങി അദ്ദേഹത്തിൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത സിനിമകളും അത്രമാത്രം എന്താണ് മനോഹരമായ സിനിമകളും അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാബു സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം റേഡിയോയിൽ, നാടകങ്ങളിൽ, സിനിമയിൽ, അപ്പോൾ ഒരു ടോട്ടൽ ഒരു സിനിമയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള ഭാസ്കരൻ മാസ്റ്ററുടെ എല്ലാ മേഖലകളിലും ഇങ്ങനെ കയ്യൊപ്പ് വെച്ച ആൾക്കാർ മലയാള സിനിമയിൽ തന്നെ സാറേ ഉണ്ടെന്നുള്ള കാര്യത്തിലും വളരെ സംശയമാണ്. അത്രമാത്രം കഴിവുള്ള മഹാപ്രതിഭ തന്നെയായിരുന്നു പി ഭാസ്കരൻ മാസ്റ്റർ സാർ. താങ്ക് യു. അടുത്തായിട്ട് ആരാണ്? ഷീലമ്മ അല്ലേ? ഷീല അല്ലല്ലോ, ബീനമ്മ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഞാൻ പാടുമ്പം ശബ്ദം ഇപ്പൊ ശബ്ദം കേൾക്കട്ടെ ഇപ്പൊ സാറേ? കേൾക്കാം, ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം, കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. അങ്ങോട്ട് കേൾക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഒന്ന് നിർത്തിയേക്കണേ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കർണികാരം പൂത്തു തളിർത്തു, കൽപ്പനകൾ താലമെടുത്തു, കൺമണിയെ കണ്ടില്ലല്ലോ, എൻ്റെ സഖി വന്നില്ലല്ലോ, കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഓമനമ്മ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ,
നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. കർണികാരം പൂത്തളിർത്തു കൽപ്പനകൾ താലമെടുത്തു. കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമെടുത്തു. കൺമണിയെ കണ്ടില്ലല്ലോ എന്റെ സഖി വന്നില്ലല്ലോ. കണ്ടവരുണ്ടോ ഉണ്ടോ ഉണ്ടോ. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമ ചകോരി ചകോരി ചകോരി. താങ്ക് യു. ഓക്കെ, ഇനി ആരും ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ബാബുരാജിൻ്റെ ഒരു പാട്ടാണ്, ഒരു പുഷ്പം മാത്രം. ഇതും പരീക്ഷ എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും ഒത്തിരിയും ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്, മ്യൂസിക് കൊടുത്തിട്ടുള്ള ബാബുരാജ് എന്ന് പറഞ്ഞു. അനിൽകുമാർ സാർ റെഡിയാണോ? യെസ്, പറയുക. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാൻ ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു. നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളൂർ പോയല്ലോ, മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളൂർ പോയല്ലോ. മമ സഖി നീ എന്ന് വന്നു ചേരും മനതാരിൽ മാരിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ. മമ സഖി നീ എന്ന് വന്നു ചേരും. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. കഴിഞ്ഞോ? സാബു സാറേ, ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഒന്ന് സൂചിച്ചിട്ട് അടുത്ത ഈ പാട്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഓർത്ത കാര്യം പറയാം. ഈ ഇരുട്ടിൻ്റെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. അതിൻ്റെ കഥ എഴുതിയത് MT വാസുദേവനാരുടെ ഒരു ഷോർട്ട് സ്റ്റോറിയെ ബേസ് ചെയ്താ ശരിക്കും ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന സിനിമ ഇറക്കി. അതൊരു സൈക്കോളജിക്കൽ സ്റ്റോറികളുടെ സിനിമയായിരുന്നു കേട്ടോ സാബു സാറേ. അതിനെക്കുറിച്ച് പിന്നീട് ഒരുപാട് പഠനങ്ങൾ തന്നെ, ഒരു മെൻ്റൽ സ്റ്റേറ്റിനെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഇരുട്ടിൻ്റെ ആത്മാ പ്രേം നസീർ ആയിരുന്നു ആ മെയിൻ കഥാപാത്രത്തെയൊക്കെ
അഭിനയിച്ചിരുന്നത്. അതിന് നാഷണൽ അവാർഡും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 1967 ഏറ്റവും നല്ല ഫിലിമുകളിൽ ഒന്നായിരുന്നു ഇത്. അതിനകത്ത് അഭിനയിച്ചത് ഈ പറഞ്ഞ പോലെ ശാരദ ഉണ്ടായിരുന്നു, പ്രേം നസീർ അഭിനയിച്ചിരുന്നു, അങ്ങനെ PJ ആന്റണി എന്ന് പറയുന്ന നടൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ അനിൽകുമാർ സാറൊക്കെ ഈ പടം കണ്ടിട്ട് ഉണ്ടാവണം. അദ്ദേഹത്തിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നു സാറിൻ്റെയൊക്കെ ഓർമ്മയിൽ ഈ പടം കണ്ട, എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നാണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ ചെറുതായിരുന്ന വളരെ ജനിച്ചു കഴിഞ്ഞ് കുറേയൊക്കെ. കൊച്ചുകുട്ടികളായിരുന്നപ്പോഴാണ്. അതെ അതെ അതെ. പക്ഷേ ഈ സിനിമയെക്കുറിച്ച് വളരെയധികം കേട്ടറിവുണ്ട്. പ്രത്യേകിച്ച് PJ ആന്റണിയുടെ തകർപ്പൻ റോളായിരുന്നാണ് പറയുന്നത്. പ്രേം നസീറും ശാരദയായിരുന്നു അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് സൈക്കോളജിക്കൽ ഫിലിം എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് പിന്നീട് ഒരുപാട് അപ്രിസിയേഷനൊക്കെ ഈ സിനിമയെക്കുറിച്ച് കിട്ടുക. FD വാസുദേവൻ നായർ അങ്ങനെ അത്ര സൈക്കോളജിക്കലി ബേസ്ഡ് കഥകളും എഴുതിയിട്ടില്ല. അദ്ദേഹം കൊണ്ട് എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും മുൻപിൽ നിന്ന ഒരു സിനിമ തന്നെയായിരുന്നു ഇരുട്ടിൻ്റെ ആത്മ. അപാര ഡിറക്ഷനുമാണ് ഇതിൻ്റെ, പ്രത്യേകിച്ച് എൻ്റെ ഫോട്ടോഗ്രാഫി ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ ഈ ഓർമ്മ വന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഞാൻ മറന്നു പോകുന്നതിന് മുന്നേ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ സാർ. അപ്പോൾ പാട്ടിലേക്ക് പോകാം സാർ. താങ്ക് യു. ഓക്കെ, എന്ന് പാടാം. ആരാണ് അടുത്ത് പാടുന്നത്? ഞാൻ പാടാം. പറയും. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതികൂടമെന്നൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. പുഷ്പത്തിൻ കൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീ എങ്ങോ വന്നു ചേരും. മനസാരിൽ മായിക്കാർ മൂടിക്കളിഞ്ഞല്ലോ, മമ സഖി നീ എന്നു വന്നു ചേരും. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. താങ്ക് യു. ഓക്കെ, ഇത് പാടാനുണ്ടെങ്കിൽ പാടൂ, കാരണം നമുക്ക് അടുത്ത ആഴ്ച ഇത് കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരും സാറേ? ഇഷ്ടമുള്ള സാറേ ഒന്ന് പാട്ടുകൾ പാടിക്കോട്ടെ? പഠിക്കും. ഇഷ്ടമുള്ള പാട്ടുകളൊന്ന് റെഡിയാക്കിക്കൊണ്ട് അടുത്ത ആഴ്ച വന്നാൽ 2-3 ആഴ്ചകളിൽ നമുക്ക് ഈ പാട്ടുകൾ തന്നെ വീണ്ടും ഒരു ഉപയോഗിക്കാം. പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിൽ കൂടമെന്നോടെ
ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? മലർമണം ഇത് പാടിയോക്കട്ടെ. മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീയെന്നു വന്നു ചേരും, മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീ വന്നു ചേരും. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. യെസ്, ആർക്കെങ്കിലും? സർ ഞാൻ ഒന്ന് ബിരം. പാടിയോക്കട്ടെ. ബിരം പഠിക്കും. യെല്ലോ, മറ്റുള്ളോർ ഒരു പോയല്ലോ, പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടമെന്നോടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ കണ്ടു, സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഉഷാമണി. മലർമണം മാഞ്ഞല്ലോ, മറ്റുള്ളോർ പോയല്ലോ, മമ സഖി നീയെന്നു വന്നു ചേരും, മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ, മമ സഖി നീയെന്നു വന്നു ചേരും. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ, ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. താങ്ക് യു സർ. ഓക്കെ, ഇനിയിപ്പോൾ ആരും പാടുന്നുണ്ടോ? മനോജ് സാർ പാടിയോ? ഇല്ല സാർ, നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഞാൻ സമയം നോക്കുകയായിരുന്നു. അടുത്ത പാട്ടിലേക്ക് പോകാം സാർ, കുഴപ്പമില്ല.
അടുത്ത് കരയുന്നു പുഴ ആ, ചിരിക്കുന്നു. അപ്പൊ ആ, ഇനിയുള്ള പാട്ടില്ല. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ആഴ്ച നമ്മൾ കുറച്ച് പാട്ട് സെലക്ട് ചെയ്യുക. നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഒരാൾക്ക് ഒരു പാട്ടൊക്കെ വെച്ച് സെലക്ട് ചെയ്യണം. ഇഷ്ടംപോലെ പാട്ടുകളുണ്ട്. ഓക്കെ, സ്റ്റാർട്ട് അതെ, ചെയ്യും മനോജ് സാർ. അപ്പൊ ഈ കരയുന്നോ പുഴ ചിരിക്കുന്നു തന്നെ എനിക്ക് തോന്നുന്നത് മുറപ്പെണ്ണ് എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു സാറേ, എൻ്റെ ഓർമ്മ മറപ്പെട്ടു. ശരിയാണെങ്കിൽ. അത് ബി.എ. ചിദംബരനാഥ് എന്ന് പറഞ്ഞ ഒരു പഴയകാല മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹം വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ മലയാളത്തിൽ. അദ്ദേഹത്തിൻ്റെ മകനാണ് രാജാമണി എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടർക്ക് ചിദംബരനാഥിൻ്റെ മകനാണ്. അദ്ദേഹവും ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. പക്ഷേ ഈ പാട്ട് ഇതുപോലെയാണ്, വളരെ എന്താണ്, ഇതൊരു വിരഹത്തിൻ്റെ പാട്ട് തന്നെയാണ്. പരികൾ തന്നെ ഉണ്ടല്ലോ, അത് അക്കാലത്തെ ഏറ്റവും വലിയ ഹിറ്റായ പാട്ടുകളിലൊന്നാണ് പി ഭാസ്കരൻ മാഷയുടെ ഈ കരയുന്നു പുഴ ചിരിക്കുന്നു എന്നുള്ള പാട്ട്. അപ്പോൾ അത് നമ്മൾ എൻ്റെ പല്ലവി ഞാൻ പാടാം. ഉം. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധമഴിയുന്നു, മുറുകുന്നോ ബന്ധമഴിയുന്നു, കരയുന്നോ പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. അപ്പോൾ അതാണ്. ബാക്കി എൻ്റെ അനുപല്ലവിയും പല്ലവിയൊക്കെ പാടാം. അത് സാധ്യ പാട്ട് തന്നെയാണ്. ഈ കരയുന്നു പുഴ. മറക്കുവാൻ പറയാതെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ഓക്കെ, ശിലാമ പഠിക്കും. അതിൻ്റെ മനോജ് സാർ. പല്ലവി അനുപല്ലവി കേട്ടില്ല സാർ. അതും വളരെ സാറ് അതിൻ്റെ ചരണമാണ് പാടി. അതിൻ്റെ ഇടയ്ക്കുള്ള കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തിരതല്ലും ഓളങ്ങളെ തീരത്തിനറിയില്ല, മാനത്തിനറിയില്ല, തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ. ഇനിയും ഷീലാമാം ഇതെല്ലാം ചേർത്ത് പല്ലവി അനുകൂലിയും ചരണം ഒക്കെ ഒന്ന് പാടിക്കൊള്ളൂ. സാറേ എനിക്കൊരു 4 വരി പാടാൻ പിന്നീട് ചാൻസ് ആ തരണേ. പഠിക്കും. പാടട്ടെ? ശീലാമ്മ പാടി കഴിഞ്ഞിട്ട് മതി. മതിയോ? അല്ലെങ്കിൽ ആദ്യം പാടിക്കോ. ശീലാമ്മ പാടി കഴിഞ്ഞിട്ട് മതി. ഓക്കെ. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധം അഴിയുന്നോ. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധമഴിയുന്നോ, മുറുകുന്നോ ബന്ധം അഴിയുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ,
കരയുന്നോ പുഴ ചിരിക്കുന്നു. കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തിരതല്ലും ഓളങ്ങളെ തീരത്തിനറിയില്ല, മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. മറക്കാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. താങ്ക് യു സർ. പാടട്ടെ. പഠിക്കും. മറക്കാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. താങ്ക് യു സർ. പാടാം. ക- കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധം അഴിയുന്നോ, മുറുകുന്നോ ബന്ധം അഴിയുന്നോ. കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തിരതല്ലും ഓളങ്ങളെ തീരത്തിനറിയില്ല, മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നു. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. താങ്ക് യു. വേറെ ഐഡിയ ആർക്കെങ്കിലും? ഒന്ന് പാടിയോ ഹരി പാസ്റ്ററെ? ഒരു പാട്ട് പാടും. ബിനമ്മ പാടി.
കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. ഒരുമിച്ചു ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നോ ബന്ധമഴിയുന്നോ, മുറുകുന്നോ ബന്ധമഴിയുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം. മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകളോടിയെത്തി ഉണർത്തിയിടുന്നു. ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ, കരയുന്നോ പുഴ ചിരിക്കുന്നോ. ഓക്കെ. സാബു സാറ്, ഈ ഈ യെസ്. പാട്ടിന്റെ വരികളിൽ കൂടി നോക്കിയാലേ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ ഒരു ഇരട്ട മുഖമാണ് തുറന്നു കാണിക്കുന്ന ഭാസ്കരൻ മാഷ് അല്ലേ. കരയുന്നുമുണ്ട്, അതെ. ചിരിക്കുന്നുമുണ്ട്. ചിരിയിലും കരച്ചിലും ഒരുമിച്ച് മനുഷ്യ ജീവിതത്തിന്റെ സത്യങ്ങൾ ഇങ്ങനെ ഒഴുകിപ്പോകുന്നു എന്നാണ് മാഷ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ശരിയല്ലേ? ശരി. അതുപോലെ ഈ പാട്ട് കേൾക്കുമ്പോഴേ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചങ്ക് തകരുന്ന വഴികളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നും അല്ലേ. അത്രമാത്രം നമ്മുടെ ഹൃദയത്തിലെ മുഴങ്ങിക്കേക്ക് പുഴ പോലെ ഇങ്ങനെ ഒഴുകുകയാണ്. വേദനയും സന്തോഷവും വിരഹവും ദുഃഖവും എല്ലാം ഇതിനകത്ത് അസാധ്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പാട്ടിൻ്റെ വരികൾ കൂടി ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിരിയും കരച്ചിലും ഒക്കെ എന്താണെന്നുള്ള നമ്മുടെ അനുഭവങ്ങളിൽ കൂടി തന്നെ മനസ്സിലാവും. അതേപോലെയാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. ശരിയല്ലേ? തീർച്ചയായും. തീർച്ചയായും സാർ, അതെ തീർച്ചയായിട്ടും. അത് ഫീൽ ചെയ്യാതെ പറ്റൂല, ഫീൽ ചെയ്യാതെ പാടാൻ കഴിയണില്ല. അത് അത്രയും നന്നായിട്ടാണ്. ഇതൊന്നും ആരും കൃത്യമായിട്ട് മനസ്സിലാക്കി പറയുന്നത് പോലെ പറഞ്ഞു തരുന്നില്ല. കാരണം ഈ വരികളിലൂടെ നമ്മൾ പാടി അങ്ങ് വിടുകയാണ്. അത് എത്രമാത്രം ആഴത്തിലുള്ള വരികളാണെന്നുള്ളത് സാറ് പറയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് നോക്കുക. ശരിയാണല്ലോ. അവസാനത്തെ ഭാഗമൊക്കെ അതല്ലേ, മറക്കാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് ഇതിനെളുപ്പം അല്ലേ. അതാ ഞാനതെടുത്ത് പാടിയത്. ഓക്കെ. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് റെഡി ആയിട്ട് വരിക. കുറച്ച് പാട്ടുകളൂടെ ഇടാം. പറ്റുമെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ പാട്ടുകൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇച്ചിലൂടെ കോൺട്രിബ്യൂഷൻ കിട്ടും. നേരത്തെ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി, അതനുസരിച്ച് ഞാൻ വേണമെങ്കിൽ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി തരാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ. താങ്ക് യു. ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗുഡ് നൈറ്റ്. ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റിനെ ഒന്നും ഇപ്പൊ വില വെക്കുന്നില്ല. സാബു സാറിന്റെ ക്ലാസ്സില് കുടുംബകലഹം ഉണ്ടാക്കരുത് കേട്ടോ. അവിടെ ഒരു ഫോൺ പോയ ചർച്ച നടക്കാണ്. ഫോൺ നഷ്ടപ്പെട്ട ഒരു നമ്മളെ ബന്ധു വന്നിട്ട്. ശരി സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മാം. മനോജ് സാറേ, ഗുഡ് നൈറ്റ്. നൈറ്റ്.